ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ 80ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യാൻ നമ്മുടെ ദൈവ സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഷാജി പാലിക്കമണിലാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ ഒമാനിലുള്ള IPC ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിനായി പ്രിയ ദേവദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഗോഡ് ഈസ് ലവ് പ്രയർ മീറ്റിംഗ്, അതായത് ഡിവൈൻ ഫെലോഷിപ്പ് ഒരുക്കുന്ന 80ാമത് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിന്റെ മീറ്റിംഗിൽ എനിക്ക് വന്ന് പ്രസംഗിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബ്രദർ ഡെന്നി, സിസ്റ്റർ CG ഡെന്നി എന്നിവർ ഒരുക്കുന്നതായ ഈ പ്രത്യേക മീറ്റിംഗിൽ ഇന്ന് കടന്നു വന്ന് ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കുകയും ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ക്രിസ്തുവിലുള്ള നല്ല സമാധാനത്തോടെ മടങ്ങുവാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിലായിരിക്കുന്നത്. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. കുമ്മനാട് NPCയുടെ ജനറൽ കൺവെൻഷൻ ഞായറാഴ്ച തുടങ്ങുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ അനേക കൺവെൻഷനുകളുണ്ട്. കൺവെൻഷന്റെ സീസണുകളാണല്ലോ. അനേക കൺവെൻഷനൊക്കെ മെസ്സേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു സമയം തിരഞ്ഞെടുത്താണ് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നത്. എന്റെ ഭാര്യ സൂസനെ ഒരുപക്ഷെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. അനേക വേദികളിൽ വർഷിപ്പ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയാണ് എന്റെ ഭാര്യ. കർത്താവിന്റെ ദാസി CG ഓർപ്പിച്ചതുപോലെ 2 മക്കളാണ്. അവർ കുടുംബമായി പാർക്കുന്നു. യൂറോപ്യൻ കൺട്രീസിലവരായിരിക്കുന്നു. എന്റെ കൂടെ ജനിച്ചു വളർത്തപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി മകൻ UK ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള തലമുറകളെല്ലാം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അനേക തലമുറകൾ തകർന്നു പോകുമ്പോൾ നമ്മുടെ കൂട്ടായ്മയും പ്രാർത്ഥനയും നമ്മുടെ കാത്തിരിപ്പും നമ്മുടെ തിരഞ്ഞെടുപ്പും ഒക്കെ കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി ഈ നാളുകളിൽ ആയിത്തീരണമെന്ന് ഞാൻ ക്രിസ്തുവിൽ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് മുന്നമേ അത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നാം കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതും വളരെ ദൈവിക പദ്ധതിയോടുകൂടിയാണ്. ദൈവിക പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ഇഷ്ടപ്രകാരം പണിയപ്പെടേണ്ട ഒരു പാത്രമായി നാം മാറണമെന്നുള്ള ദൈവിക ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മെ തെരഞ്ഞെടുത്തത്. നമുക്കൊന്നും പൊഴുവാനൊന്നുമില്ല. കാരണം നമ്മൾ ആരും കർത്താവിനെ തേടിപ്പോയതല്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, പിന്നെയോ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുന്നു. പാരമ്പര്യത്തിന്റെയോ യോഗ്യതയുടെയോ ശുശ്രൂഷയുടെ പാഠ്യവുമോ ഒന്നും ദൈവത്തെ കണ്ടു, അല്ലെ ദൈവം എന്റെ കയ്യിലാണ്, ഞാൻ പറയുന്നതൊക്കെ ദൈവം കേൾക്കും എന്നുള്ള കാഴ്ചപ്പാടിലാകരുത്. ദൈവത്തിന്റെ മനസ്സലിവിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കൃതാർത്ഥരാകണം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, ദൈവത്തിന്റെ സമാധാനം നാം അനുഭവിക്കണം, ദൈവിക സന്തോഷത്തിൽ നാം ആയിരിക്കണം. ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് നീതിമാന്റെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ നാൽച്ചുവരടങ്ങുന്ന ഈ വീട് മാത്രമല്ല, കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്ര വാസസ്ഥലമായ നമ്മുടെ ഗാത്രത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി അതീവ സമാധാനത്തോടെ വാഴണം. ഈ കാലഘട്ടങ്ങളിൽ പലർക്കും ഉറങ്ങാൻ കഴിയത്തില്ല. ഉറങ്ങാൻ ശ്രമിച്ചാൽ അതിന് നടക്കത്തില്ല. സന്തോഷമില്ല, സമാധാനമില്ല. പല വീടുകളിലും അന്ധകാരത്തിന്റെ വ്യാപാര പോരുകൾ, തലമുറകൾ നശിക്കുന്നു, കുടുംബം ഛിന്നഭിന്നമാകുന്നു, ഭവനത്തിനകത്ത് ദീനരോധനങ്ങൾ, ഒഴിച്ചാലും ഒഴിയാത്ത രീതിയിലുള്ള ദുഃഖങ്ങൾ, പല നിലവാരങ്ങളിലുള്ള വൈഷമ്യതകൾ, ഇതെല്ലാം കടന്നു കയറുന്നതിന്റെ പിന്നിലെ മൂലകാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ മൺകൂടാരത്തിൽ നിന്ന് പല സന്ദർഭങ്ങളിൽ വിട്ടുമാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന്റെ കർത്താവ് പറയുന്നു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. സമാധാനമുള്ളൊരു മനുഷ്യന് സ്വസ്ഥമായി ഉറങ്ങുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ കർത്താവിന്റെ കരം ഇന്ന് രാത്രിയിൽ വചന ശുശ്രൂഷ കഴിയുമ്പോൾ നമുക്ക് അനുകൂലമായി ചലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ തക്കവണ്ണം വളരെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ
നിങ്ങളോട് ഒരുമിച്ച് ഈ സമയം ചിലവഴിക്കാൻ കർത്താവ് മുന്നമേ പ്ലാൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെ ദൈവം ഒരിടത്ത് അയക്കണമെങ്കിൽ കർത്താവിന്റെ പദ്ധതി ഇല്ലാതെ നടക്കുകയില്ല. കർത്താവിന്റെ ഹിതമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് ചില മർമ്മങ്ങൾ, ചില ആധികാരികമായ ചില ദൈവവചനങ്ങൾ നിങ്ങളിലേക്ക് കൈമാറുവാനായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവജനമായിരിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. 1 ശമൂവേൽ 18-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിന്റെ സകല ഭൃത്യന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു. അവന്റെ പേര് വിശ്രുതമായിരുന്നു. ദൈവവചനം വളരെ ആധികാരികമായി പറയുകയാണ്. നമുക്ക് തിരുവചനത്തിന്റെ ആരംഭം മുതൽ, ആദാം മുതൽ വേദപഠനം ആരംഭിക്കുന്നുവെങ്കിലും അബ്രഹാം മുതലാണ് വിശ്വാസികളുടെ പിതാവെന്നുള്ള നാമധേയത്തോടുകൂടി ദൈവവചനത്തിന്റെ അലങ്കാര ഭാഷയിൽ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ പ്രമാണ കൈമാറ്റം വെച്ചിട്ട് അബ്രഹാം മുതലാണ് നമുക്ക് മൂലഭാഷയിൽ ദൈവവചനത്തിൽ നിന്ന് ദൈവത്തോടുള്ള സാമീപ്യത്തെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ബന്ധപ്പെടുന്ന ദൈവശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് എല്ലാം വിട്ടിറങ്ങുന്ന ഒരു ആത്മീക വ്യക്തിത്വത്തെ അബ്രഹാമിലൂടെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ നാം പഠിച്ചു വരുമ്പോൾ ആ കാലം മുതലേ ദർശനമുള്ളവന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പൈശാചിക തന്ത്രങ്ങൾ ആത്മീയനെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളത് ആ കാലഘട്ടം മുതലേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു, ഇസ്ഹാക്കിന്റെ കാലം കഴിഞ്ഞു, യാക്കോബിന്റെ കാലം കഴിഞ്ഞു. അങ്ങനെ കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തിന്റെ പ്രമാണവും പ്രമാണിക്കുന്നവന് നേരെ വളരെ ശക്തമായ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, മാത്രമല്ല വളരെ ആകുലതകൾ, നിരാശകൾ അഴിച്ചുവിട്ട് പലപ്പോഴും സമാധാനത്തെ അസമാധാനമാക്കി മാറ്റുവാൻ ശത്രുവായവൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന നാളുകളുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദാവീദിന്റെ കാലഘട്ടത്തിൽ ഫെലിസ്തീൻ എന്ന് പറയുന്ന ശക്തി വളരെ ശക്തമായി ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നമുക്ക് ദാവീദിനെയും ശൗലിനെയും ഒക്കെ പരിചയപ്പെടുമ്പോൾ പ്രതാപങ്ങളോ യുദ്ധാഭ്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റു നിലവാരങ്ങളിലുള്ള സാമൂഹിക ശക്തികളൊന്നുമല്ല ഒരു ഭക്തനെ വിടുവിക്കുന്നതെന്നുള്ള ഒരു സാധാരണ ഒരു അവതരണമാണ് ഫെലിസ്തീനും ദാവീദുമായിട്ടുള്ള യുദ്ധത്തിൽ കാണുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുകൊണ്ട് ദാവീദ് കൃതാർത്ഥനായിരുന്നു എന്നുള്ളതാണ്. ആ പദം അവിടെ വളരെ നിങ്ങൾ നോട്ട് ചെയ്ത് അത് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് കൃതാർത്ഥനായിരുന്നത്? ആ പദത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നാം മുന്നോട്ട് പോകുന്നത്. നമുക്കെങ്ങനെ കൃതാർത്ഥരാകുവാനായിട്ട് കഴിയും? ഇവിടെ ദാവീദിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കൃതാർത്ഥരാകുക എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം നാം തിരിച്ചറിയണം. എന്താണ് കൃതാർത്ഥരാകുക എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഒന്ന്, വിജയിക്കുന്നവനെയാണ് കൃതാർത്ഥനാകുക എന്ന് പറയുന്നത്. 2, അഭിവൃദ്ധി ഉള്ളവനെയാണ് കൃതാർത്ഥനാകുക എന്ന് പറയുന്നത്. 2, അനുഗ്രഹമുള്ളവനെയാണ് കൃതാർത്ഥനായവൻ എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ 4മതൊരു അർത്ഥം കൂടെ പറഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവനെയാണ് കൃതാർത്ഥനാകുക എന്ന് പറയുന്നത്. എന്നുകൂടെ ഞാൻ പറയാം, വിജയം നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുക, അവൻ കൃതാർത്ഥനാകും. 2, അഭിവൃദ്ധി നമുക്കുണ്ടാകണം, അങ്ങനെയെങ്കിൽ നാം കൃതാർത്ഥനാകും. 3, അനുഗ്രഹം നാം പ്രാപിക്കണം. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നമുക്കൊരു ഉയർച്ചയുമില്ല, നമുക്കൊരു മാന്യതയുമില്ല, നമുക്കൊരു വിജയവുമില്ല എങ്കിൽ ഒരു ദൂത് ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ നീ കൃതാർത്ഥനായിട്ടില്ല. കൃതാർത്ഥനാകുവാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ വിളിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വ്യക്തിപരമായി നാം കൃതാർത്ഥരാകുവാൻ തക്കവണ്ണം ഇടയായി തീരണമെങ്കിൽ അതിന്റെ അവസാനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ശ്രേയസ് വർദ്ധിപ്പിക്കണം. എന്താ ശ്രേയസ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, യേശു ഗന്നസരത്തിലൂടെ നടക്കുമ്പോഴും ഗലീലയിലൂടെ നടക്കുമ്പോഴും ഒക്കെ യേശുവിന്റെ പിന്നാലെ ഒരുപാട് പേരുണ്ടായിരുന്നു. അത് കാരണം എന്നാണെന്നറിയാമോ? യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് അവർക്ക് വിശ്വാസമായിരുന്നു.
അതുകൊണ്ട് യേശുവിന്റെ ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരുന്നു, പ്രവാചകന്മാരുടെ ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. യഹോവയെ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത അഭിഷിക്തന്മാർ, യഹോവ തിരഞ്ഞെടുത്ത അഭിഷിക്തന്മാർ അവരുടെ ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. കാരണം യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഈ അഭിവൃദ്ധി അല്ലെങ്കിൽ കൃതാർത്ഥരാകുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എല്ലാവർക്കും കൃതാർത്ഥരാകണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. സ്തോത്രം. ആഗ്രഹമുള്ളത് കൊണ്ട് കാര്യം നടക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും ആഗ്രഹമാണ് കൃതാർത്ഥരാകണം. എന്റെ പ്രശ്നം ഒന്ന് മാറണം, എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം, ഹല്ലേലൂയ സന്തോഷപരമായ ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് നയിക്കണം. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. സ്തോത്രം. ദൈവവചനത്തിൽ അതിന് ചില വ്യവസ്ഥകളുണ്ട്, അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില ദൈവിക പദ്ധതികളുണ്ട്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ കൃതാർത്ഥരായവരെ കുറിച്ച്, ഹല്ലേലൂയ കൃതാർത്ഥരാകാൻ കഴിയാതെ പോയവരെ കുറിച്ചും വേദപുസ്തകം പറയുന്നുണ്ട്. നമുക്ക് ചിലരുടെ ഹല്ലേലൂയ ജീവിത ചരിത്രം ദൈവവചനത്തിലൂടെ പറയുന്നത് നമുക്കൊന്ന് ചിന്തിപ്പാനിടയായി തീരട്ടെ. നമുക്കറിയാം ദാവീദിന്റെ ഹല്ലേലൂയ സ്തോത്രം മകനായ അബ്ശാലോമിന്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. വളരെ ശാന്തമായി ഇന്ന് രാത്രിയിൽ അബ്ശാലോമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ദാവീദിന് അനവധി ഭാര്യമാര്, ഹല്ലേലൂയ സ്തോത്രം മക്കൾ അനവധി പേരുണ്ടായിരുന്നു. അതില് ഹല്ലേലൂയ ദൈവവചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് 19 മക്കൾ ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ മക്കളിൽ ഹല്ലേലൂയ അത് ഇച്ചിരി ശക്തനും ഇച്ചിരി ഹല്ലേലൂയ സാമർഥ്യമുള്ളവനും ആരായിരുന്നറിയാമോ? ഹല്ലേലൂയ അബ്ശാലോമായിരുന്നു. ഹല്ലേലൂയ സഹോദരങ്ങൾ വന്നിട്ട് ശാലോമിനോട് പറയുന്ന പദമുണ്ട്, വാക്യം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഹല്ലേലൂയ നിന്റെ അപ്പന്റെ രാജസ്ഥാനം ഹല്ലേലൂയ മാറാൻ സാധ്യതയുണ്ട്, അത് താൻ ബോധിച്ചവർ കൊടുക്കും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് അപകരിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ശലോം ഒരുക്കുന്ന തന്ത്രങ്ങൾ വളരെ ആസൂത്രിതപരമായിരുന്നു. ഇതിന്റെ കാര്യം ദൂരവേ ഹല്ലേലൂയ സ്തോത്രം ദാവീദ് തിരിച്ചറിഞ്ഞു. ദൂരവേ ദാവീദ് തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് ഹല്ലേലൂയ ദൈവത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, താൻ രാമാനം തലയിൽ എന്ത് ചെയ്തു? മുണ്ടിട്ടുകൊണ്ട് ചെരുപ്പൂരി ഹല്ലേലൂയ സ്തോത്രം അവൻ അവിടെ നിന്ന് പോകുവാൻ ഇടയായി തീർന്നു. ആരോ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, ദയവ് ചെയ്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്തോത്രം. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു പദമെന്ന് പറയുന്നത്, തന്റെ ജീവിതത്തിന് നേരെ വരുന്ന ഒരു പ്രശ്നത്തെ, ജീവിതത്തിന് നേരെ വരുന്ന ഒരു പ്രതിസന്ധിയെ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യന് ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ ചെയ്തത് തലയിൽ തുണിയിട്ട് ചെരുപ്പൂരി അവൻ ആ രാജകൊട്ടാരം വിട്ട് വനവാസത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, മല കയറുകയാണ്. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, എന്നെ ഈ രാജസ്ഥാനത്ത് കൊണ്ടുവന്നത്, ഈ ജനത്തിന്റെ രാജാവാക്കിയത് മറ്റാരുമല്ല, എന്നെ വിടുവിച്ച് എന്റെ പേർ ചൊല്ലി വിളിച്ച് എന്റെ ഏകാന്തതയിൽ എന്നോട് കൂടെ ഇരുന്ന് എന്റെ മേലുള്ള ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണമായിരുന്നു ഹല്ലേലൂയ ഇസ്രായേലിന്റെ രാജാവായി ഇരിക്കേണ്ടതെന്നുള്ളത് ദാവീദ് മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ദാവീദ് രാത്രിയിൽ ആരും കാണാതെ പോയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, തന്റെ ഭാരത്തെ ഇറക്കി വെക്കാൻ ഒരു ഇടറുണ്ടെന്ന് ദാവീദിന് അറിയാം. തന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ പാദാന്തിയെ ഒന്ന് അടുത്തു വന്നാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ദാവീദിന് വ്യക്തമായി അറിയാം. ദൈവമക്കളെ, ഈ ദൂതി ഞാൻ കൈമാറുമ്പോൾ മറ്റൊരു പദം കൂടെ ഞാൻ പറയാം. ഈ ഇറങ്ങിയ ഇറക്കത്തിന് ഒരിക്കലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ദാവീദിന്റെ ഉള്ളിലില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ആലോചന പറയുന്നു, ദൈവത്തിന്റെ സമയമാകാതെ ദൈവ പൈതലെ എന്റെയും നിങ്ങളെയും ഒരു വ്യക്തിക്കും തൊടാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്കും ശുശ്രൂഷയിൽ നിന്ന് മാറ്റാനോ, ഒരു വ്യക്തിക്ക് നിന്റെ ആത്മീയ അനുഗ്രഹത്തെ കവർന്നെടുക്കാനോ ഇന്ന് രാത്രിയിൽ ഒരു ആലോചനയോടെ പറയാം, നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതികളെ നശിപ്പിക്കാനോ ഒരു ശക്തിക്ക് കഴിയില്ല. ഇന്ന് രാത്രിയിൽ ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ രാജകൊട്ടാരം വിട്ട് കടന്നു പോകുമ്പോൾ അവൻ ചെരുപ്പൂരി നടന്നു പോകുന്നു. ഞാന് ഈ വേദപുസ്തകത്തിലെ ഓരോ വാക്യത്തിനും ഓരോന്നിനും ഓരോരോ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്, വളരെ ശ്രദ്ധേയമാണ്. അവരെന്തിനാണ് ചെരുപ്പൂരിയിട്ട് പോയത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ ഹല്ലേലൂയ വചനം കേട്ട് പഠിച്ചവരാണ്. ഈ ചെരുപ്പെന്ന് പറയുന്നത് നമുക്കൊക്കെ പറയാൻ കഴിയും, പ്രത്യേക കേരളക്കാർക്ക്
ഒരു 3 തലമുറകൾക്ക് മുമ്പ് വരെ കേരളത്തിൽ ആർക്കും ചെരുപ്പിടാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ അധികാരമില്ലായിരുന്നു. കാരണം ഈ ചെരുപ്പെന്ന് പറയുന്നത് ഒരു അധികാരത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം. ചെരുപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം പണ്ടൊക്കെ മെതിയടി ഉണ്ടായിരുന്നു. മെതിയടി, ഹല്ലേലൂയ, ഇതൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. സാധാരണക്കാർക്കൊന്നും ഇടാൻ പറ്റത്തില്ല, ചെരുപ്പിടാൻ പറ്റത്തില്ല. നമുക്കൊക്കെ മുമ്പുള്ള ഒരു 2-3 തലമുറയിലുള്ള അപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ പറയും ഞങ്ങൾ ചെരുപ്പ് കണ്ടിട്ടില്ല. ഞാന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് റാന്നിക്ക് ഞാൻ വാഹനത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത്, ഇപ്പോൾ മകരവിളക്കിന്റെ സീസൺ ആണല്ലോ, നടന്നു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചു കാണിച്ചു. അവള് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അവള് ജനിച്ചു വളർന്നൊക്കെ ബഹ്റിലായിരുന്നുകൊണ്ട് ഈ നാട്ടിലെ രീതികൾ കുറച്ചേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് നോക്കിക്കേ, അവർ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള ഒരു വലിയ വിശ്വാസത്തിന്റെ തീവ്രമായ ഒരു അടയാളമാണ് ഈ കാണുന്നത്. നീ നോക്കിക്കേ, ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനത്തിൽ അന്നത്തെ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 39 കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റബ്ബറൈസ്ഡ് റോഡിൽ നമുക്കൊന്നും കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. കാലെടുത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ചുട്ടുപൊള്ളും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ചൂട് നമ്മുടെ കാലിലൂടെ കയറും. എവിടെ നിന്നോ തമിഴ്നാടിന്റെ ഏതോ ഭാഗത്തു നിന്ന് ചെങ്കോട്ട വഴി, പുനലൂര് വഴി അങ്ങനെ കടന്നു വന്ന് പത്തനാപുരം വഴി, കോന്നി വഴി, ഇതുവഴി കടന്നു വന്ന് പത്തനംതിട്ട വന്ന് റാന്നി വന്ന് എരുമേലി വഴി ഇനി അവർ പമ്പയ്ക്ക് പോവാ. ഹല്ലേലൂയ. റാന്നിയിൽ ഞാൻ കാണുമ്പോൾ ഇനി അവർ കിലോമീറ്ററുകൾ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് 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 അവർ വിശ്വസിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം അവർ നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഹല്ലേലൂയ, അവന്റെ കാലിൽ ചെരുപ്പില്ലാതെ അവൻ കാട്ടിൽ കിടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദാവീദിന്. ഹല്ലേലൂയ. ദാവീദേ, നിനക്ക് എവിടെ ചെരുപ്പ് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, രാജകൊട്ടാരത്തിൽ രാജാവിന്റെ സ്ഥാനം അലങ്കരിച്ചപ്പോൾ അധികാരത്തിന്റെ ചെരുപ്പ് അവന്റെ കാലിൽ ദൈവം അണിയിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൂത് പറയുന്നു, ദൈവം നീ അണിയിച്ചതിനെ, ദൈവം നിന്നെ അണിയിപ്പിച്ചതിനെ, ദൈവം നിന്നെ അലങ്കാരമായി നൽകിയതിനെ സ്വയമേ വരുമ്പോൾ കണ്ണു നിറയുന്നതും ഹല്ലേലൂയ കരയുന്നതും നിന്നെ കാട്ടിൽ കൂടുതൽ സ്വർഗമാണ്. അതുകൊണ്ട് അധികാരമുള്ളവൻ നമുക്കെതിരെ പൊരുതുന്നവനുമേ സ്വർഗത്തിന്റെ കരമിറങ്ങുമെന്ന് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ഈ രാജകൊട്ടാരത്തിലേക്ക് വരത്തില്ല. അത് വേദപുസ്തകത്തിൽ ഇച്ചിലൂടെ ഹല്ലേലൂയ സ്തോത്രം ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ സരളമായി എഴുതി കഴിഞ്ഞിരുന്നെങ്കിൽ പല പ്രാവശ്യം തിരിഞ്ഞു നോക്കിയെന്നൊക്കെ എഴുതാമായിരുന്നു. പക്ഷേ ദാവീദ് നോക്കിയില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം. കാരണം ഞാൻ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ പോകാം, ഇങ്ങനെ പോയി ആയിരിക്കും എന്റെ അന്ത്യം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ദൂത് പറയാം, നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്ത്, നീ അവസാനിച്ചു എന്ന് പറഞ്ഞിടത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, എന്റെ ദൈവത്തിന്റെ പണി അവിടെ ആരംഭിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എഴുതി അവസാനിപ്പിച്ച ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്തു നിന്ന് എന്റെ ദൈവത്തിന് ചില ആരംഭങ്ങൾ കുറിക്കാനുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. രഗമന ഘടക വൈശ്വരാധരാധന ഇന്ന് രാത്രി ആത്മാവ് കൈമാറുന്ന ദൂത് മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സൂം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ മെസ്സേജ് കഴിഞ്ഞ് നീ പുറത്തു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക്, ദൈവിക പദ്ധതിയുടെ ശ്രേഷ്ഠതകളിലേക്ക് ഏൽപ്പിച്ച ഹല്ലേലൂയ ദൈവിക വസ്ത്രത്തെ ഹല്ലേലൂയ മലിനമാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ മടങ്ങി വന്ന കർത്താവേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഹല്ലേലൂയ. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുമ്പോൾ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മാറോടണച്ച് സ്നേഹിക്കുന്ന വാത്സല്യ ഹല്ലേലൂയ പിതാവിന്റെ സ്നേഹത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മെ കൃതാർത്ഥനാകുവാനായിട്ട് കൊണ്ടുവരുന്നത്. സ്തോത്രം. 2 ദിനവൃത്താന്തം 12-ാം അധ്യായം 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ 13-ന്റെ 12-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ ഞങ്ങളോടുകൂടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനിയുമാ കാഹളത്തോടും കൂടെ അത് ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനി കാഹളത്തോടും കൂടെ അവന്റെ പുരോഹിതന്മാരുമുണ്ട്. ഇസ്രായേല്യരെ, അവിടുത്തെ പദം ഇങ്ങനെയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. എടുത്തിട്ടുണ്ടോ വാക്യം? നിങ്ങൾ കൃതാർത്ഥരാകുകയില്ല. അങ്ങനെ തന്നെയല്ലേ ആ വാക്യം അവിടെ? 2 ദിനവൃത്താന്തം 13-ന്റെ 12.
എടുത്തവരൊന്ന് തമ്പ് കാണിച്ചേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കൺഫേം ചെയ്ത് പോകാനായിട്ടാ. ഹല്ലേലൂയ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് യുദ്ധം ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? കൃതാർത്ഥരാകുകയില്ല. സ്തോത്രം. നമുക്കവിടെ ചരിത്രം അറിയാം. ആ ചരിത്ര പശ്ചാത്തലം എങ്ങനെയാണ്? യഹൂദ രാജാവായ അബിയാവ് ഇസ്രായേൽ രാജാവായ യൊരോബെയാമിനോട് പറയുന്ന വാക്കുകളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം അവിടെ എടുത്ത് പഠിക്കുമ്പോൾ അബിയാവിനോടുകൂടെ 4,00,000 പേർ അടങ്ങുന്ന ഒരു വലിയ സൈന്യമാണ് ആരോടുള്ളത്? അബിയാവിനോട് കൂടെ ഉള്ളത്. യൊരോബെയാമിനോട് കൂടെ 8,00,000 പേരടങ്ങുന്ന മഹാസൈന്യം ആരുണ്ട്? യൊരോബെയാമിനോട് കൂടെ ഉണ്ട്. നമ്മള് ബുദ്ധിപരമായി എന്താ ചിന്തിക്കുന്നത്? 8,00,000 പേരുള്ളവരാണോ അതോ 4,00,000 പേരുള്ളവരാണോ യുദ്ധത്തിൽ ജയിക്കുന്നത്? സ്തോത്രം. നമ്മള് ഒരു ഉദ്ദേശ കണക്ക് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയും എന്ത് ചെയ്യും? ഇരട്ടി ഉള്ളത് കൊണ്ടും ശക്തന്മാരായതുകൊണ്ടും അവരെ ജയിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയിൽ സംഭവിച്ചത് നമുക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അബിയാവാണ് യുദ്ധത്തിൽ ജയിച്ചതെന്ന് ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനു മുമ്പേ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് യുദ്ധം ചെയ്യരുത്, നിങ്ങൾ കൃതാർത്ഥരാകുകയില്ല എന്ന് അബിയാവ് യൊരോബെയാമിനോട് പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമാണ്. ഹല്ലേലൂയ. നിങ്ങൾ 13, 14 മുതൽ 18 വരെ നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. സ്തോത്രം കൊണ്ട് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവ പൈതലേ, ദൈവം കൂടെയുള്ളവന്റെ അകത്ത് ഒരാത്മവിശ്വാസമുണ്ട്. നിനക്ക് നേരെ 1000 പേരിളകിയാലും സാമ്രാജ്യം മുഴുവൻ ഇളകിയാലും ആത്മാവിൽ ഇന്നൊരു ദൂത് കൈമാറുവാനുള്ളത്, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം കൃതാർത്ഥരാകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ. ഹല്ലേലൂയ. റമനദര ഘടക വൈശ്വരാധരാധര റിഗന്ധുരാജനാഥനാഥന ഘടകസ്യ. പലപ്പോഴും നമ്മുടെയൊക്കെ വിഷയം എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാ പോക്ക്. സ്തോത്രം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയിലാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്കറിയാം, യേശുവിന്റെ അമ്മയപ്പന്മാർക്ക് ഒരു അബദ്ധം പറ്റിയതാ. യെരൂശലേം ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞ് വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ ദൈവികത്വത്തെ കുറിച്ച്, യേശുവിലുള്ള അറിവിനെ കുറിച്ചും, യേശുവിലുള്ള ഹല്ലേലൂയ ദൈവിക പദ്ധതിയെ കുറിച്ചും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുക്ക് വിളംബരം ചെയ്തിട്ട് അവർ ആലയത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു ദിവസത്തെ വഴി ദൂരം ചെന്നതിന് ശേഷമാണ് യേശു അവരുടെ കൂടെ ഇല്ലെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാന്നറിയാമോ? ഒരു ആരാധന കഴിഞ്ഞു, ഒരു കൂട്ടായ്മ കഴിഞ്ഞു, ഒരു പ്രാർത്ഥന കഴിഞ്ഞു, ഒരു ഉപവാസം കഴിഞ്ഞു, യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഫെലിസ്ത്യനായിരിക്കുന്നതായ ഹല്ലേലൂയ സ്തോത്ര ശക്തിയുടെ മുമ്പിൽ ന്യായാധിപന്മാരിലായിരുന്ന ശിംശോന്റെ പരാജയം നമുക്കറിയാം. ഈ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവൻ എന്ത് ചെയ്തു? ഉള്ളപ്പോൾ കുടഞ്ഞതുപോലെ അവനത് കുടഞ്ഞു നോക്കി. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ വലിയ ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഹല്ലേലൂയ വലിയ വിശ്വാസം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. തിരുവചനത്തിലൂടെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഹിസ്കിയാവിന്റെ ചരിത്രം പഠിക്കാൻ കഴിയുന്നുണ്ട്. ഹിസ്കിയാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെയാണ് ഹല്ലേലൂയ വളരെ വ്യക്തമായ ചരിത്ര പശ്ചാത്തലത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12 പറയുന്നുണ്ട്, പിന്നെ മോവാബ് പൂജാഗിരികൾ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുവാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകില്ല എന്ന് രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് രാത്രിയിൽ ദൈവത്തോട് അപേക്ഷിക്കേണ്ട അപേക്ഷകൾ, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ഹല്ലേലൂയ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ അന്യ ദൈവങ്ങളെ, അന്യ ശക്തികളെ ആശ്രയിക്കുവാൻ ഉണ്ടാകുന്ന ടെൻഡൻസി ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോട് വിട പറയട്ടെ. അവർക്കുള്ള വേദനയേക്കാൾ എനിക്ക് വേദനയുണ്ടല്ലോ, അവർക്ക് സന്തോഷമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് പരതി അവരുടെ ദൈവത്തോട് അടുക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ അകത്ത് നിന്നൊരു തീരുമാനമെടുക്കണം. എന്റെ ദൈവമാണ് ഹല്ലേലൂയ സകലത്തിനും ഇത് വ്യാപരിക്കുന്ന എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് ഹിസ്കിയാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹിസ്കിയാവിന്റെ ചരിത്രം എന്താ പറയുന്നത് അവിടെ? ഹല്ലേലൂയ സ്തോത്രം. അവൻ രോഗത്തിൽ ഹല്ലേലൂയോടുകൂടെ അവൻ എന്ത് ചെയ്തു? അവൻ മരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് 2 രാജാക്കന്മാർ 18:7 അവിടെ പറയുന്നുണ്ട്. അവനോടുകൂടെ അവൻ ചെന്നിടത്തൊക്കെയും അവൻ കൃതാർത്ഥനായി വന്നു. അവൻ അശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു. ഹല്ലേലൂയ. ആഹാസിന്റെ മകനായ ഹല്ലേലൂയ ഹിസ്കിയാവേ, കാരണം എന്താ നീ സേവിക്കാതിരുന്നത്? ഹല്ലേലൂയ. ഹിസ്കിയാവ് 25-ാമത്തെ വയസ്സിൽ അവൻ രാജാവായപ്പോൾ ഹല്ലേലൂയ അവന്റെ ജീവിത ശൈലി എന്താണ്? അവിടുത്തെ പൂജാഗിരികളെയോ അന്യായ ആരാധനകളെയോ അവിടുത്തെ ബലിപീഠങ്ങളെയോ ഇടിച്ചു കളയാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവ ശബ്ദം കേട്ട ദൈവ പൈതൽ, അന്യായ ആരാധനയ്ക്ക് അനുവാദം കൊടുക്കരുത്. അന്യായ ആരാധനയോട് യാതൊരു സന്ധിയും നടത്തരുത്. അങ്ങനെയാകാം, അല്ലെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതെല്ലാം ദൈവങ്ങളാണെന്ന് പറഞ്ഞ് കോംപ്രമൈസ് നടത്തുന്ന ഒരു മനോഭാവമല്ല എന്റെ ദൈവത്തിന് വേണ്ടത്. എന്റെ ദൈവം ഏകനായ ദൈവമാണ്. അവൻ മാത്രമാണ് ദൈവം. അവൻ മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനുള്ളൂ. അവനെ മാത്രമേ ആരാധിക്കാവൂ. അവനെ ആരാധിക്കേണ്ടതിന് മാത്രമാണ് അവൻ എന്നെ വിളിച്ചു വേർതിരിച്ചതെന്ന് വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചകൻ 33-8 വാക്യത്തിൽ ഹല്ലേലൂയ ഭാഗം അവിടെ വായിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെയൊക്കെ എടുത്ത് വായിക്കുവാനായിട്ടുള്ള സമയം ഈ സമയത്തിനകത്ത് ഹല്ലേലൂയ തികയില്ലല്ലോ. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു പദമുണ്ട് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ. ദാവീദോ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് 23-ാം സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ ഒരാടിനെ പോലെ ഇടയന്റെ കീഴിൽ ഹല്ലേലൂയ സ്തോത്രം താണിരിപ്പാൻ, അനുസരിപ്പാൻ, ശബ്ദം കേട്ട് അനുഗമിപ്പാൻ ദാവീദിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് 18-14 പറയും, ദാവീദിന്റെ എല്ലാ വഴികളിലും അവൻ എന്ത് ചെയ്തു? വിവേകത്തോടെ നടന്ന് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാ വഴികളിലും, ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആഴമായ ഇടപെടലുകൾ ഉണ്ടാകും, ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി നാം തിരിച്ചറിയാതെ പോകരുത്. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും കൃതാർത്ഥനാകാൻ കഴിയുകയുള്ളൂ. ഏതൊരു വ്യക്തിക്കും വിജയം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ഏതൊരു വ്യക്തിക്കും ശ്രേയസ് വർദ്ധിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഏതൊരു വ്യക്തിക്കും അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഏതൊരു വ്യക്തിക്കും സമാധാനം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ രോഗം വരത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാകത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞെരുക്കം വരത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിച്ചാലും അതിന്റെ നടുവിൽ നമുക്കൊരു സമാധാനമുണ്ട്. അതിന്റെ നടുവിൽ നമുക്കൊരു സമാധാനമുണ്ട്. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഹല്ലേലൂയ സ്തോത്രം, എന്നോട് പറഞ്ഞത് എന്നെ കൈസറുടെ മുമ്പാകെ നിർത്താമെന്ന് എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കടലിലെ ആപത്ത്, കരലിൽ കള്ളന്മാരാലുള്ള ആപത്ത്, കരയിലെ ആപത്ത്, ചേവകന്മാരാലുള്ള ആപത്ത്, ഇതിനൊന്നും എന്നെ ഉടയ്ക്കാൻ കഴിയത്തില്ല. കാരണം എന്നാന്നറിയാമോ? എന്റെ അകത്ത് വിളങ്ങുന്നത്, എന്റെ അകത്ത് കേട്ട ശബ്ദം അത് ദൈവിക ശബ്ദമാണ്. ഹല്ലേലൂയ. എനിക്കറിയാം എന്നോട് സംസാരിച്ചവൻ ആരാണെന്ന്. എന്റെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നോട് സംസാരിച്ച എന്റെ ദൈവത്തിന് ഹല്ലേലൂയ ഈ അനർത്ഥങ്ങളിൽ ഒന്നും എന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പൗലോസ് മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോസഫിനെയും ദാവീദിനെയും ഒക്കെ എടുത്ത് ഞാൻ പഠിക്കുമ്പോൾ അവരെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നവരാ. ജോസഫിനെ ഒന്ന് എടുത്തു നോക്കിക്കേ. ഹല്ലേലൂയ. പൊത്തിഫേറിന്റെ ഭവനം മുതൽ ഹല്ലേലൂയ അവസാനം അവൻ പൊത്തിഫേറിന്റെ ഭവനത്തിൽ വരുമ്പോൾ അവൻ അഭിമുഖീകരിക്കാത്ത പ്രശ്നത്തിൽ വരികയാണ്. അപ്പന്റെ അടുക്കൽ ഞാൻ ചോദിച്ച പ്രശ്നം കയറി. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ സ്തോത്രം കടന്നു വരുമ്പോൾ ഇസ്മായിലിലെ കച്ചവടക്കാരുടെ അടുക്കലേക്ക് വരുന്നു. പൊട്ടക്കിണർ അവന്റെ ജീവിതത്തിൽ ഒരു ശാപമായി മാറുന്നു. അതൊക്കെ അവന്റെ ദർശനത്തിന് മാറ്റം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ട ദൈവ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ അകത്ത് കേൾക്കുന്ന ദൈവശബ്ദം ദൈവവൈതലെ വ്യതിചലിപ്പിക്കുവാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന പൈശാചിക തന്ത്രങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ആത്മബലത്തിന് വീര്യം കൂട്ടിയാൽ, ആത്മ
ഓർമ്മശക്തി വീര്യം കൂട്ടിയാൽ, ദർശനത്തിന് ഹല്ലേലൂയ ശക്തി കൂട്ടിയാൽ, ഇന്ന് രാത്രിയിൽ ഒരു പുതിയ കൃപയുടെ ഉടമസ്ഥാവകാശത്തോടെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഭവനത്തിലേക്ക് മടങ്ങുവാൻ, ഈ രാത്രി വിശ്രമിച്ച് നിങ്ങൾ ഉണരുമ്പോൾ ഒരു ദൈവശക്തിയുടെ നിറവിൽ നിങ്ങൾ മാറുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഉറപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. ദൈവം ആരോടുകൂടെയാണോ ഇരിക്കുന്നത് അവർ കൃതാർത്ഥരായി മാറുവാനിടയായി തീരും. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 14 23 വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചാണ്. സ്തോത്രം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ ഹല്ലേലൂയ സ്തോത്രം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കുകയും, അടുത്തത്, എന്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നവൻ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്നാ അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃതാർത്ഥരാകുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം, അപ്പോസ്തലനായ യോഹന്നാന്റെ പത്മോസിന്റെ ജീവിതം നമുക്കറിയാം. എന്താ ജീവിതം? ഡൊമേഷ്യൻ കൊണ്ടുവന്ന് പത്മോസിലിട്ടിട്ട് ഭയപ്പെടുത്തി നോക്കി. കാരണം അസ്ഥിക്കൂമ്പാരങ്ങൾ ഇവിടെ കിടക്കുന്നു, പ്രാണനെ വെല്ലുന്നതായ അനുഭവങ്ങൾ, ഹല്ലേലൂയ തലയ്ക്കുമീതെ പാറിപ്പറക്കുന്ന ഹല്ലേലൂയ മാംസദാഹിയായ കഴുകന്മാർ, ഹല്ലേലൂയ സ്തോത്രം, വിളംബരം വളരെ ശക്തമാണ്, മടങ്ങിപ്പോവാൻ ഒരു സാധ്യതയുമില്ല. അസ്ഥികൂടങ്ങൾ വിളിച്ചു പറയുന്നത്, ഇവിടെ അസ്തമിപ്പാൻ തക്കവണ്ണം നിന്നെ കൊണ്ട് ഇവിടെ ആക്കിയെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. ഹല്ലേലൂയ. ഇരുമ്പ് വീഴുന്ന തിരമാലകൾ, ആ ശബ്ദതരങ്ങൾക്കകത്ത് നിന്ന് അവനൊരു കമ്പനം കേൾക്കാൻ കഴിയും. നീയും ഇതുപോലെ ഒരുവനായി മാറും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഇതുപോലുള്ള വാർത്തകൾ കാതിൽ ശത്രു മന്ത്രിക്കാറില്ലേ? ഹല്ലേലൂയ. കാതിൽ പലപ്പോഴും കേൾക്കാറില്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഇവരിൽ ഒരുവനെ പോലെ നിന്നെയും ഞാൻ തകർത്തു. ഈ കിടക്കുന്ന അസ്ഥികൂടങ്ങളെ പോലെ ഒരു അസ്ഥികൂടമായി നീയും മാറുമെന്ന് ഹല്ലേലൂയ. ആർത്തുരമ്പുന്ന തിരമാലയ്ക്കകത്ത് നിന്ന് ഉയരുന്ന ശബ്ദത്തിനകത്ത് നിന്ന് പ്രകൃതിയുടെ താളം അവന്റെ കാതിൽ ഹല്ലേലൂയ ഭാഷകളായി എത്തുമ്പോൾ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, അവൻ ആ തിരമാലയെ നോക്കിയില്ല, ഇരുവശത്തും കിടക്കുന്ന കൽക്കൂമാരങ്ങളെ നോക്കിയില്ല, ഹല്ലേലൂയ അസ്തമിച്ചു പോയ വ്യക്തിയുടെ അസ്ഥിയെ അവൻ നോക്കിയില്ല. അവൻ നോക്കിയത് ഉയരത്തിലേക്കാ. കർത്തൃ ദിവസമായപ്പോൾ അവൻ ആത്മവിവശതയിലായി. ഹല്ലേലൂയ. പത്മോസിൽ ഞാൻ ഏകനല്ല, പത്മോസിന്റെ അവസാനമല്ല, പത്മോസിന്റെ തടവറയായി മാറുകയില്ല. എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് ചിലത് പകരാൻ ഒരു പത്മോസിന്റെ ആവശ്യമുണ്ട്. ദൈവമക്കളെ, ചില കഷ്ടത ഇന്ന് രാത്രി അനുഭവിക്കുന്നെങ്കിൽ അരുളപ്പാടിന്റെ കടവറയാണ് നീ അനുഭവിക്കുന്നത് തിരിച്ചറിയാൻ, ദൈവകൃപയുടെ ശ്രേഷ്ഠതയാണ് നിന്നിലേക്ക് പകർന്നിരിക്കുന്നത് തിരിച്ചറിയാൻ, ജനിക്കത്തിന്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നാം കൃതാർത്ഥരായി. ഹല്ലേലൂയ നാം കൃതാർത്ഥരായി. ഹല്ലേലൂയ. കാരണം എന്താണ്? ദൈവം നമ്മോടുകൂടെയുണ്ട്. ദൈവം നമ്മോടുകൂടെ ഇരിക്കണമെങ്കിൽ ദൈവം സ്നേഹിക്കുകയും ദൈവത്തിന്റെ വചനം നാം പ്രമാണിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനം പ്രമാണിക്കണം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 29 വാക്യത്തിൽ, എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും എന്താണ് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിടുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സൂമിലൂടെ നിങ്ങളത് ഓണാക്കിയൊക്കെ വരുമ്പോൾ സമയം എടുക്കും. അതുകൊണ്ടാ. അല്ലേ? ഏകനായി വിടുകയില്ല. ഈ അറിവ് നമുക്ക് വചനത്തിലൂടെ കിട്ടുന്നത്. ഈ വചനത്തിലൂടെയാണ് ഈ അറിവ് കിട്ടുന്നത്. നമ്മൾ ഏകനായി വിടുകയില്ല എന്നുള്ള അറിവ് നമുക്കറിയാം. പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ. കാരണം ഈ അമ്മച്ചിമാരൊക്കെ നാട്ടിലെ ഒരു തൊഴിലാണല്ലോ. അവരെന്ത് ചെയ്യാണ്? മുട്ടയൊക്കെ കൊണ്ടുവന്ന് അടയൊക്കെ വെച്ചിട്ട് കോഴിക്കുഞ്ഞിനെയൊക്കെ ഇറക്കും അല്ലേ? സ്വത്രം അങ്ങനെയൊക്കെ ഇറക്കി. എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ട്. ഞാനിപ്പോ പാർക്കുന്ന ഗൾഫിലൊന്നും ഇല്ല. കോഴിക്കുഞ്ഞിനെ വേണമെങ്കിൽ ചെന്ന് കടയിൽ നിന്ന് മേടിക്കാം. ഹല്ലേലൂയ. മുട്ട വേണമെങ്കിൽ കടയിൽ നിന്ന് കിട്ടും. എല്ലാം അങ്ങനെ റെഡിമെയ്ഡ് ആണല്ലോ. റെഡിമെയ്ഡ് കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്നാൽ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ അല്ല, ഇപ്പോഴും ഉണ്ട് നാട്ടിലെ അമ്മച്ചിമാരൊക്കെ, മുട്ടയൊക്കെ തടവെച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വിരിക്കും. വിരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? 21 ദിവസം കഴിയുമ്പോൾ ഈ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തു വരും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ താറാവ് അട ഇരിക്കത്തില്ല. ഈ താറാവിന്റെ മുട്ട എവിടെ കൊണ്ടുവരുമെന്ന് അറിയാമോ? ഈ കോഴി അടയിരിക്കുന്ന കോഴിയുടെ അടിയിലാണ് വെക്കുന്നത്. ഈ താറാവിന്റെ മുട്ട എവിടെ വെക്കുന്നത്?
അടയിരിക്കുന്ന കോഴിയുടെ അടിയിലാണ് വെക്കുന്നത്. സ്തോത്രം. 21 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ കോഴി കുഞ്ഞ് തോട് പൊട്ടിച്ച് പുറത്തു വരും. പുറത്തു വന്ന് അത് താറാവും പെട്ടെന്ന് പുറത്തു വരും. ഇത് വന്നിട്ട് രണ്ടും രണ്ടിനമാ വരുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ചോണം നിങ്ങള്. ഈ രണ്ടിനം പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പുറത്ത് എവിടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അരുവിയോ തോടോ വെള്ളമോ വെള്ളക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പുറത്തിറങ്ങിയ താറാവ് പെതുക്കെ ഓടാൻ തുടങ്ങും. ഈ ഓടുന്ന താറാവിന്റെ കൂടെ ഈ കോഴിക്കുഞ്ഞ് ഓടി എന്ത് ചെയ്യും? വെള്ളത്തിന്റെ അടുത്ത് വരുമ്പോൾ കോഴി വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും, താറാവ് എടുത്ത് വെള്ളത്തിൽ ചാടും. കാരണം എന്നാന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അവന്റെ മസ്തിഷ്കത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് നിനക്ക് ഈ വെള്ളത്തിലാണ് നിന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം അറിഞ്ഞ ദൈവ പൈതലേ, ഹല്ലേലൂയ സ്തോത്രം. ഒരു വീട്ടിലാ ജനിച്ചത് കൊണ്ടോ, ഹല്ലേലൂയ ഒരു പ്രസംഗം കേട്ട് ഒരുമിച്ച് നീ മാനസാന്തരപ്പെട്ടത് കൊണ്ടോ, ഒരുമിച്ച് നീ ആരാധിക്കുന്നവനാകുന്നെന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടാൽ ദൈവവചനം നിന്റെ അകത്ത് വന്നാൽ ഇറങ്ങേണ്ടതിന് പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, ഹല്ലേലൂയ, ആത്മീക മനുഷ്യൻ ആഴമെന്ന് ഓർത്തില്ല, നിന്റെ ആഴം ആരാഞ്ഞില്ല, ആടി അവൻ ഓർത്തില്ല, അവൻ എടുത്ത് ചാടി. ഹല്ലേലൂയ. കാരണം എന്താണ്? ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. നമുക്കൊരു കാര്യം അറിയാം. ഹല്ലേലൂയ എന്റെ മേലുള്ള ദൗത്യമത സുവിശേഷം പറയേണ്ടത് എന്റെ മേൽ ഹല്ലേലൂയ നിർബന്ധം കിടക്കുന്നത് കൊണ്ട് ഞാൻ ചാടിയേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി മണ്ഡലങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില ശക്തികളെ, മുൻപോട്ട് വിടാതെ വാദിച്ചു നിൽക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ കൃപയേറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നു എന്ന് പറയാൻ നമുക്കിടയായി തീരണം. പിന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങൾ. ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും എന്റെ വീടിന്റെ പരിസരം, ഞാനൊരു മെയിൻ റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും വണ്ടി ഇങ്ങനെ രമ്പി പാഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ഈ വഴിയിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ, എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ എപ്പോഴും ഈ ചെറുപ്രായങ്ങളിലാണല്ലോ കൂടുതൽ നമുക്ക് ചില പരിക്കുകൾ ഏൽക്കുന്നത്. അതിന് സ്പോർട്സിലായാലും അല്ലാതൊക്കെ വരുമ്പോൾ ചെറിയ നഖമൊക്കെ തട്ടും കല്ലെ തട്ടും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വലിയ ഫസ്റ്റ് എയ്ഡ് ഹോസ്പിറ്റലൊന്നും ആദ്യം ലഭിക്കത്തില്ല. ആദ്യം എന്താണെന്നറിയാമോ? അടുത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച ഇങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? ഒന്ന് ഞെരുടിയിട്ട് ആ മുറിവിലോട്ടൊന്ന് വെക്കും. എത്ര പേരങ്ങനെ വെച്ചിട്ടുണ്ട്? സ്വോത്രം 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 സ്വോത്രം. എത്ര പേര് വെച്ചിട്ടുണ്ട്? വെച്ചിട്ടുള്ളവർ മാത്രം ഒന്ന് സ്വോത്രം പറഞ്ഞേ. സ്വോത്രം സ്വോത്രം സ്വോത്രം. എന്റെ വല്യപ്പൻ ഒത്തിരി ആടുകളൊക്കെ ഉണ്ടായിരുന്നു. സ്വോത്രം. എന്റെ വല്യപ്പൻ ആടുള്ളപ്പോൾ എന്റെ വല്യപ്പൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? രാവിലെ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ ഈ ഇവിടുന്ന് ചെറുവപ്പുഴ മുതൽ മല്ലപ്പള്ളി വഴി വരെ നമുക്ക് ഈ പഞ്ചായത്തിന്റെ ഇതുള്ളത് കൊണ്ട് ഈ റോഡിന്റെ അരികിലുള്ള ഫലങ്ങളൊക്കെ എടുക്കാൻ എന്റെ വല്യപ്പനൊക്കെ. അപ്പൊ ഈ റോഡരികിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ആട്ടുകൃഷി ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ആടിനെ കൊണ്ടങ്ങ് പോകും. ആടിനെ കൊണ്ട് പോകുമ്പോൾ ഒരു കിലോമീറ്റർ ഒക്കെ ആടിനെ കൊണ്ട് അപ്പനും വല്യപ്പനും ഇങ്ങനെ കൂടെ പോകും. തിരിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഈ വരുന്നിടം നിറച്ച് ആദ്യം തൊട്ടാവാടിയൊക്കെ കഴിച്ചാ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ തൊട്ടാവാടി ഈ സൈഡിലെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും കിളുക്കാൻ തുടങ്ങും. ഞാൻ ഈ പ്രാവശ്യം ഈ റോഡ് വഴിയൊക്കെ നടന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച എനിക്ക് കാണാൻ പറ്റിയില്ല. ഒരു തൊട്ടാവാടി എന്റെ വീടിന്റെ പരിസരത്തില്ല. കാരണം എന്താണെന്ന് ഞാൻ ആകെ ചികഞ്ഞു നോക്കി. എന്തിനാണെന്ന് എനിക്ക് ആടുണ്ടായിട്ടൊന്നുമില്ല, ഞാൻ ചികഞ്ഞു നോക്കിയത്. ഹല്ലേലൂയ സ്തോത്രം. കാലഘട്ടത്തിലൊക്കെ മാറ്റം വന്നു. പക്ഷേ ഇന്ന് അതിന് വളരാൻ പറ്റുന്ന അനിവാര്യമായ ഒരു അന്തരീക്ഷമല്ല എന്റെ വീടിന്റെ പരിസരത്തുള്ളത്. കാരണം ഞാൻ അതിനെക്കുറിച്ച് ജിയോഗ്രഫിക്കലായിട്ട് കുറെ പഠനം നടത്തി. ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ തയ്യാറാക്കുന്നത് കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങളെ സെർച്ച് ചെയ്യുന്ന ആളാണ്. ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് വളരാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷമല്ല ഇവിടെ ഉള്ളത്. പക്ഷെ എന്റെ മറ്റ് ഭൂമിയിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ കാണാം ഈ സാധനങ്ങളൊക്കെ. ഈ റോഡ് വഴിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ പൊല്യൂഷനും ഇവിടെ ഹല്ലേലൂയ സംഭവിക്കുന്ന പ്രകൃതിയുടെ മാറ്റങ്ങളും കടുത്ത ടാറിന്റെ ചൂടുമൊന്നും ഈ വാത്സല്യമുള്ള ഈ സസ്യങ്ങൾക്ക് വളരാൻ പറ്റുന്ന അനിവാര്യമല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, നമുക്ക് വസിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുള്ള ഒരു കാലഘട്ടത്തിലല്ല ഇന്ന് ദൈവസഭ നിൽക്കുന്നത്. പക്ഷേ ഒരു ദൂത് ഞാൻ അതിനകത്ത് ചേർക്കാം. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ മുറിവ് കെട്ടിയവരാ. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ പലരുടെ വേദനകൾ മാറ്റിയവരാ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ അനേക വിശപ്പിനെ ശമിപ്പിച്ചവരാ. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അത് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോട് ഞാൻ വിളിച്ചു പറയാ, പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് നാം മാറേണ്ട കാലഘട്ടം
കാരണമായി ഇതെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 78 സങ്കീർത്തനം 9 വാക്യം പറയുന്നു, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധത്തിൽ എന്ത് ചെയ്തില്ല? പിന്തിരിഞ്ഞു പോയി. യുദ്ധത്തിൽ അവർ ജയിച്ചില്ല, അവർ പിന്തിരിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ യുദ്ധം ധരിച്ച, ആത്മീക വേഷം ധരിച്ച, ആത്മീകനെന്ന് പറഞ്ഞു നടക്കുന്ന പലർക്ക് ചെയ്യാൻ കഴിയാത്തത് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ നാച്ചുവരിനകത്തിരുന്ന് കരയുന്ന മാതാവേ, ഹല്ലേലൂയ, വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ ദൈവവചനം ഉയർത്തി പറയുന്ന ദൈവവൈദ്യരെ, ഇന്ന് രാത്രിയിൽ നിന്നിലും ജീവിതത്തിലൂടെ ചെയ്തെടുക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവിന് ദൂതനായി മാറുകയാ. അതിരുകളില്ലാത്ത ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ അവൻ പകരുക. ഇന്ന് രാത്രി ആവശ്യത്തോടെ, ആവശ്യബോധത്തോടെ എത്ര പേര് സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആത്മദൈവത്തോട് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കൃതാർത്ഥനാകുവാൻ കഴിയുകയുള്ളൂ. രാജാവ് തന്റെ ജനത്തോട് പറയുന്ന ഒരു ദൂതുണ്ട്. 2 ദിനവൃത്താന്തം 19:11 ദൈവത്തോട് പ്രവർത്തിച്ച് കൊള്ളുവീൻ, യഹോവ നല്ലവരോട് കൂടെയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ധൈര്യത്തോടെ പ്രവർത്തിച്ചു കൊള്ളുവീൻ, യഹോവ നല്ലവരോട് കൂടെ ഇരിക്കും. എന്താണ് ഈ നല്ലത്? ഹല്ലേലൂയ. നല്ലതെന്താ? ഹല്ലേലൂയ. നമുക്കറിയാം, ബെസ്റ്റ്, വെരി ബെസ്റ്റ്, നല്ലതുണ്ട്. അതിനെക്കാട്ടിൽ നല്ലതുണ്ട്. തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയത്. അതാണ് ഈ ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയത്. ഇന്ന് രാത്രി കേട്ടറിവ് പോരാ ദൈവമക്കളെ, ഹല്ലേലൂയ, വായിച്ചറിവ് പോരാ ദൈവമക്കളെ, അനുഭവിച്ചറിയണം. യെസ്, അനുഭവിച്ചറിയണം. വായിച്ചത് വായിച്ചു വിടുവല്ല, ഹല്ലേലൂയ, കേട്ടത് കേട്ടുവിടുവല്ല, നീ ഒന്ന് അനുഭവിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അനുഭവിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ യോശുവ 1-ാം 8-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ന്യായപ്രമാണത്തിനകത്തുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഈ ന്യായപ്രമാണത്തിനകത്തുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടത് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണമെന്നാൽ നിന്റെ പ്രവർത്തികൾ സാധിക്കും, നീ കൃതാർത്ഥനാകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിനകത്ത് ധ്യാനിപ്പാൻ എന്റെ അന്തരാത്മാവിൽ എനിക്കൊരു അവസരമുണ്ട്. ഞാൻ വാഹനമൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്റെ 2 കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകും. എന്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നോട് ചോദിക്കും, പപ്പ എന്തെങ്കിലും ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം, പപ്പായ്ക്ക് എന്തോ അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, മോനെ, ഹല്ലേലൂയ, ഐ സ്പെഷ്യലിറ്റി ഒന്നും കാണിക്കണ്ട, നടത്തിയ വഴികളെ ഓർത്താൽ ഈ കണ്ണ് നിറയാ ിരിക്കത്തില്ല. ഹല്ലേലൂയ. വാഹനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവകത്ത് തീവ്രമായി ഇടപെടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അകത്ത് ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ഹല്ലേലൂയ, അടയാളം, ഹല്ലേലൂയ, കണ്ണുകൾ നിറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എന്താണ്? എന്റെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ, എന്റെ ദൈവത്തിന്റെ ആഴമായ സ്നേഹത്തിന് ഇടപെടൽ ഉണ്ടാകുമ്പോൾ, ആ ന്യായപ്രമാണത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ, അത് രാവെന്നോ പകലെന്നോ യാത്രയെന്നോ ഹല്ലേലൂയ ഇല്ലാതെ ധ്യാനിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകൾ നിറയും. കാരണം എന്താണ്? അതാണ് ദൈവത്തോടുള്ള സ്നേഹം. 1 ദിനവൃത്താന്തം 22:13 പറയുന്നുണ്ട്, യഹോവ ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് ആചരിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും? ആചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനായിരിക്കും. അടുത്തത്, ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊക്കെ യേഹൂ എന്ന് പറയുന്ന പദമൊക്കെ എടുക്കുന്നത് വളരെ ഭയത്തോടാ. കാരണം എന്നാന്നറിയാം? ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഹൂ എന്നവർ പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഒക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ. കാരണം എന്താ? അതിനൊക്കെ ഹല്ലേലൂയ മറുപേരിട്ടാ വിളിച്ചോണ്ടിരുന്നത്. യഹോവ നിസി, എബനേസർ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഹല്ലേലൂയ, യഹോവ. കാരണം ഭയങ്കര ഭയമാ. ഹല്ലേലൂയ. കാരണം എന്താ? അത്ര പവിത്രമാ. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് നാം കാത്തു സൂക്ഷിക്കുമെങ്കിൽ, അവയെ ധ്യാനിക്കുമെങ്കിൽ, അവയെ ധ്യാനിച്ചു ബലം പ്രാപിക്കുമെങ്കിൽ, ആലയിൽ നീ കൃതാർത്ഥരാകും. ധൈര്യപ്പെട്ടിരിക്കുക, ഭയപ്പെടരുത്, ആലിൽ ഭ്രമിക്കരുത്. ഇന്ന് രാത്രിയിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമാണോ, രോഗമാണോ, നിന്റെ തലമുറകളാണോ, നിന്റെ ജോലിയുടെ വിഷയമാണോ, നിന്റെ ശുശ്രൂഷ മേഖലകളാണോ, നിന്നെ അലട്ടുന്ന ഏത് വിഷയമാണോ, ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ അകത്താത്മധൈര്യത്തോടെ നിന്റെ വിഷയത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറ, എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്, യഹോവയുടെ നാമത്തിൽ ഞാൻ ശക്തിയെ ഛേദിച്ചു കളയും. സ്തോത്രം. 2 വൃത്താന്തം 20:20 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ്? പിന്നെ അവൻ അധികാലത്ത് എഴുന്നേറ്റു തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ പുറപ്പെടുമ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. ഞാനിങ്ങനെ വായിച്ചു പോകുന്നതുകൊണ്ട് നിങ്ങൾ ആ വാക്യം നോക്കാതിരിക്കരുതേ. കാരണം എന്നാന്നറിയാമോ? നിങ്ങളോട് ഇടപെടുന്ന ദൂതായി തരുന്നത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്ക, അവന്റെ പ്രവാചകന്മാർ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എനിക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുക. ഹല്ലേലൂയ. ദൂത് ഞാൻ നിർത്താൻ പോകുക. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നാം കൃതാർത്ഥരാകും. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രേയസ് വർദ്ധിക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വിജയം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇവയൊക്കെ നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഇവ പ്രാപിക്കാൻ വേറൊരു കുറുക്കു വഴി നമുക്ക് വേണ്ട. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? കുറുക്കു വഴികളിലൂടെ വേണ്ട, കുറുക്കു വഴികൾ നമുക്ക് വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ നമുക്ക് സർവശക്തിയും അനുഗ്രഹവും നൽകുന്നവനാ. ഇന്ന് രാത്രി കേൾപ്പിച്ച ദൂതിനു മുമ്പാകെ നമ്മെ ഒന്ന് സമർപ്പിക്കാം. നമ്മളെല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്, എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാണ് ഒരു നിമിഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ റമ ശക്തന ജഗൽഖനാഥനാഥന ഘടകസ്യ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം. 80ാമത് ഹല്ലേലൂയ ഇന്റർനാഷണൽ കർത്താവേ, ഡിവൈൻ പ്രയർ ഫെലോഷിപ്പിന്റെ ഹല്ലേലൂയ ഈ മീറ്റിംഗിൽ നിന്റെ ദാസന് മത്സരിക്കാൻ അവസരം നൽകിയല്ലോ കർത്താവേ. കേട്ട ജനം ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി ദൈവകൃപ വ്യാപിക്കട്ടെ കർത്താവേ. ഇന്ന് രാത്രി ആത്മീക സമാധാനത്തോടെ മടങ്ങട്ടെ. ഹല്ലേലൂയ. ഈ കേട്ട ദൈവവചനം മൂലം അവർ ശ്രേയസ്സിലേക്ക് വരട്ടെ കർത്താവേ. ഇന്ന് കേട്ട ദൈവവചനത്തിലൂടെ അവർ പരാജയങ്ങളെ വിട്ട് വിജയം അവർ കണ്ടെത്തട്ടെ കർത്താവേ. ഹല്ലേലൂയ. ശൂന്യത മാറി അഭിവൃദ്ധിയിലേക്ക് അവർ വരട്ടെ കർത്താവേ. ശാപങ്ങൾ മാറി അത് അനുഗ്രഹത്തിലേക്ക് വരട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ദാസൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണുകയില്ലാത്ത വചനം പറയുമ്പോൾ ഈ രാത്രി ഹല്ലേലൂയ ഉറങ്ങി അടുത്ത പ്രഭാതം പുലർന്നവർ എഴുന്നേൽക്കുമ്പോൾ ഓ റമ ശൈത്തനാജന ഘടകസ്യ, ഓ ചില വൈരുദ്ധ്യങ്ങൾ വഴിമാറുന്നത് ജീവിതയാത്രയിൽ വെളിപ്പെട്ട് കാണുവാൻ സഹായിക്കണം. ദാസൻ കൽപ്പിച്ച ദൂത് ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ എഴുതപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. താവേ, ഇങ്ങനെ അവസരമൊരുക്കി തന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ട കൂട്ടായ്മയെ സ്വർഗം അനുഗ്രഹിക്കണം. അനേകർക്ക് ആശ്വാസപ്രദമാകുവാൻ അവരുടെ പ്രവർത്തനങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരണം. എല്ലാം നന്മയ്ക്കായി സ്വർഗം ചെയ്താണ് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേട്ടുത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടെ നന്ദിയും സന്തോഷം അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്.